വായനശാലയുടെ ഉദ്ഘാടനം. ഇതാ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന നമ്മുടെ വായനശാലയുടെ ഉദ്ഘാടന കർമ്മം ആരംഭിക്കുകയാണ്. ഈ വായനശാല എന്ന് പറയുന്നത് അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരുടെ സ്വപ്നമാണ്. പണ്ട് കാലത്ത് ഈ വായനശാല കൃഷ്ണക്കുറുപ്പ് മാഷ് 2 സെന്റ് സ്ഥലം സംഭാവന ചെയ്ത് അവിടെ ഒരു ഷെഡ് കെട്ടിമറത്ത് 4 പത്രമായി തുടങ്ങിയിട്ടുള്ള വായനശാല ഇന്ന് ഒട്ടനേകം റെഫറൻസ് ഗ്രന്ഥങ്ങളുള്ള ഒരു വലിയ ഗ്രന്ഥശാല പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ത്യാഗോജ്വലമായ ഒരുപാട് കഥകളുണ്ട്. ഇന്നിതൊരു ബഹുനില കെട്ടിടമാണ്. ഈ ബഹുനില കെട്ടിടം പണിതു പൊക്കാൻ മെറ്റൽ, പൂഴി, കമ്പി സംഭാവന ചെയ്തിട്ടുള്ള ആളുകൾ, തൊഴിൽ സംഭാവന ചെയ്തിട്ടുള്ള തൊഴിലാളി സുഹൃത്തുക്കൾ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ വായനശാലയുമായി ഇഴകിച്ചേർന്നിട്ടുള്ള മനുഷ്യ മനസ്സുകളുടെ ആഘോഷം നടക്കുന്ന ഒരു സുദിനമാണ് ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടനം. ഈ വായനശാല ഉദ്ഘാടനം ചെയ്യുന്നത് തമിഴ്നാടിന്റെ പ്രിയപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ അമ്പഴകൻ അവർകളാണ്. അദ്ദേഹം പേരാമ്പ്ര ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും സമയത്തിനകം ഇവിടെ എത്തിച്ചേരും, പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയിച്ചത്. അതുപോലെ ഈ മഹാസമ്മേളനം നിയന്ത്രിക്കുന്നത് കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ അമ്പാടിയാണ്. തിരക്കുണ്ടായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ആശംസകൾ അർപ്പിക്കുന്ന ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ, കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഉന്നതരായ വ്യക്തികൾ, പേരെടുത്ത് പറയാതെ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനം നിയന്ത്രിക്കാൻ ഞാൻ ഡോക്ടർ അമ്പാടിയോട് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്ത് വളരെ ക്ഷീണതരച്ചാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ നാട്ടിലെ ഈ വായനശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ മന്ത്രിയെ കാത്താണ് ഇവിടെ കാത്തിരിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതലായി നിങ്ങളോട് സംസാരിക്കുന്നില്ല. അവിടെ ഈ വായനശാലയിൽ എല്ലാ പേപ്പറും വേണം. നമ്മുടെ വായനശാല സുഹൃത്തുക്കൾ ഈ അടുത്ത കൊല്ലം ഇതിനെക്കാട്ടും ഗംഭീരമായി നടത്തുവാനുള്ള ഒരു സന്തോഷം ഉണ്ടാക്കട്ടെ. ഈ സ്റ്റേജിലേക്ക് വരാനുള്ള വഴി ഒരു സ്റ്റേജിൽ വരാൻ പോലീസ് എല്ലാവരും സ്വയം എല്ലാവരും വഴിയാറിക്കൊണ്ട് ഈ പരിപാടി ഗംഭീരമാക്കുന്ന വിധമായി നിങ്ങൾ സ്ത്രീകളുടെ ഇരിപ്പിടമാണ്. പുരുഷന്മാർ അങ്ങോട്ട് പോകാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് അങ്ങോട്ട് ആരംഭം വീണ്ടും വീണ്ടും നിങ്ങളെ പറ്റിക്കുന്നു. അങ്ങോട്ട് പോകണം. സ്ത്രീകൾ അവരുടെ ആഭരണങ്ങൾ ശ്രദ്ധിക്കണം. പിടിച്ചു പറയുന്നുണ്ടാവും. അതല്ല ഈ പറയുന്നത്. കുയിച്ചാലെ കണ്ണനെയും കാത്ത് പൊക്കൻ സ്റ്റേജിന്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. ഒരുപാട് പൈസ നകച്ചത് പേര് പറയണ്ടല്ലേ ഇവിടെ. മന്ത്രി വരുന്നുണ്ട് കരിപ്പൂച്ച കിടന്നില്ല. ഇളനീര് തട്ടി മറിഞ്ഞു വെക്കും. പ്രാർത്ഥനക്ക് ബിന്ദു ഉണ്ടാവില്ല. പ്രാർത്ഥന വേണ്ട. പ്രാർത്ഥന നമുക്ക് അവസാനിച്ചു. ഉണ്ടാക്കുന്നത് പ്രിയപ്പെട്ടവരെ, ഈ വായനശാലയുടെ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി തമിഴ്നാടിന്റെ പ്രിയപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി
സെക്രട്ടറി സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ മൈക്ക് പോയിന്റിലേക്ക് എത്തിക്കുകയാണ്. അൻപുള്ള മക്കളെ വണക്കം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉറക്കം. இந்த கேரளாவில் நாம் பல 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 பார்ப்பராசியும் இங்கே வந்துட்டு நல்ல நல்ல ஆளுகள் ഉള്ളത് ഇവിടെ നല്ല സ്നേഹമുള്ളവൾ. അദ്ദേഹം ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. പാലക്കാടായിരുന്നു ഇദ്ദേഹത്തിന്റെ സ്വദേശം. അതുകൊണ്ട് മലയാളം ഇപ്പൊ ശരിക്കും സംസാരിച്ച് ശീലമില്ലാത്തതുകൊണ്ട് വിട്ടുപോവാണ്. മലയാളം അറിയാം. അങ്ങനെ പറയാം. ஆனா நான் ஒருபாடு பரிபாடிகளே சேர்ந்து வந்தது. இன்னும் ஒருபாடு பரிபாடிகளுக்கு போக வேணும். ஆனா இந்த വായനശാലയെ ഓപ്പൺ பண்ணுவதற்கு ഈ വായനശാല ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ജനസമുദ്രത്തെ സാക്ഷി നിർത്തി ഞാനിതാ ഈ വായനശാല ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, മന്ത്രി ഈ വായനശാല കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. 2 ലക്ഷത്തെ കൃത്യമായിട്ട് പൈസ പറയണോ? 2 ലക്ഷത്തെ ചില്ലാനം രൂപയുടെ കരിമരുന്നിന് തീ കൊടുക്കുകയാണ്. ഈ കരിമരുന്ന് കെട്ടിയ ഭാഗത്ത് ആരും പോകാൻ ശ്രമിക്കരുത്, അപകടമാണ്. ആ കരിമരുന്ന് കെട്ടിയ സ്ഥലത്ത് ആരും പോകുന്നത് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു. കരിമരുന്ന് തീ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ആ ഭാഗത്ത് ആരും പോകുന്നത് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ആ പോലീസ് ജീപ്പ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യണം. പറഞ്ഞ പോലെ തീ കൊടുത്ത ഇത്തിരി പറയണ്ടേ? ഈ കരിമരുന്ന് പൊട്ടിക്കഴിഞ്ഞാൽ സ്ത്രീകൾ പോയതിനു ശേഷമേ പുരുഷന്മാർ പോകാൻ പാടുള്ളൂ. ചെറിയ വഴിയാണ്, അതായി പറയുന്നത്. മഴയും പെയ്തിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ കമ്മിറ്റി ഭാരവാഹികൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതല്ല. കൊടുത്തോ അത്തിരി പറയണ്ടേ? ഇന്ന് ഇത്തിരി പറയാ. അത് തന്നെ കേൾക്കുന്ന ഇത് കരിമരുന്നിനെ കുറിച്ച് മന്ത്രി 2 വാക്ക് സംസാരിക്കും. മന്ത്രിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു വീണ പടക്കം പൊട്ടിയതാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും ഇരിക്കുക. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച മാന്യ സഹൃദയ സുഹൃത്തുക്കൾക്ക് നന്ദി. ഈ ഫ്രണ്ട്സ് ലൈറ്റ് ആൻഡ് സൗണ്ട്സിന്റെ ആത്മാർത്ഥ ഓപ്പറേറ്റർമാർക്കും നന്ദി. നമസ്കാരം.